വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കണമെന്ന വളരെ വലിയൊരു ആഗ്രഹത്തോടു കൂടി +2 അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മാർക്കോട് കൂടി ഗവൺമെന്റ് കോളേജിൽ തന്നെ കലാലയ ജീവിതം എന്ന ലക്ഷ്യത്തോടു കൂടി ഗവൺമെന്റ് കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കുകയും വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രധാനമായിട്ടുമുള്ള ഒരു സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഫാമിലി താമസിക്കുന്നത് വാടക വീട്ടിലാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് വീടുകൾ മാറി മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഫാമിലിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തമായി ഒരു വീടുണ്ടാക്കുക എന്നുള്ളതാണ്. എങ്കിലും ആ സമയത്ത് കലാലയം അല്ലെങ്കിൽ പഠനം, ലൈഫ്, ഭാവി എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടായതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് പഠിക്കാൻ പോവുകയും പാർട്ട് ടൈം ആയിട്ട് രാത്രികളിൽ ജോലി ചെയ്യുകയും കറി പൗഡർ കമ്പനികളിൽ രാത്രിയിൽ ജോലി ചെയ്യുകയും പകൽ ക്ലാസ്സിന് പോവുകയും ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു സമയം യാദൃശികമായിട്ട് ഒരു NSS ക്യാമ്പിൽ പങ്കെടുക്കുകയും അവിടെ അന്ന് സംസാരിച്ചിരുന്ന ടീച്ചർ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒന്ന് ആളുമായി താല്പര്യം വരികയും നമ്മുടെ പേഴ്സണൽ കാര്യം, വീട്ടിലെ സാമ്പത്തിക സ്ഥിതി, ഇപ്പൊ പഠിക്കുന്ന സിറ്റുവേഷനൊക്കെ ആളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ആളുടെ വീട്ടിൽ പോവുകയും ആ ദിവസം തന്നെ ആളുടെ വീട്ടിൽ പോവുകയും ആളോട് നേരിട്ട് കാര്യങ്ങൾ കണ്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ഒരു മറുപടിയാണ് ആളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ആള് പറയുന്നു, പഠിച്ച് വരുമാനം നേടി അല്ലെങ്കിൽ ജോലി നേടി ലൈഫ് സെറ്റിലാക്കാൻ സാധിക്കും, പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ പാരൻസ്, അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി നൽകാൻ ചിലപ്പോൾ സമയം വൈകും, ചിലപ്പോൾ സാധിക്കാതെ തന്നെ വരും. ആ ഒരു നിമിഷം വളരെ സങ്കടത്തോടുകൂടി പഠനം നിർത്താമെന്നുള്ള ഒരു വളരെ വലിയ സങ്കടത്തോടെയുള്ള ഒരു തീരുമാനം എടുക്കുകയും ആ ഒരു സമയത്ത് തന്നെ പൂർണ്ണമായിട്ടും പഠനം നിർത്തുകയും പൂർണ്ണമായും കറി പൗഡർ ഫാക്ടറിയിൽ ജോലിയുമായി മുന്നോട്ട് പോവുകയും വീടെന്ന സ്വപ്നം പൂവണിയാൻ വേണ്ടിയിട്ട് പരമാവധി പരിശ്രമിക്കുകയും അടുത്ത സമയത്ത് തന്നെ ഗൾഫിലേക്ക് കയറുകയും 2 വർഷം തികയുന്ന ദിവസം സ്വന്തമായിട്ടൊരു വീട് വെച്ച് അതിലേക്ക് താമസം മാറാൻ സാധിച്ചത് അന്നെടുത്തിട്ടുള്ള ആ ഒരു തീരുമാനമാണ്. അന്ന് തുടർന്ന് പഠിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഫാമിലിയുടെ ആ ഒരു വലിയ ഒരു ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷെ പഠനം എന്നത് പിന്നീട് നമുക്ക് നേടിയെടുക്കാൻ, പിന്നീട് ഡിഗ്രി എടുക്കുകയും നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഡിഗ്രി എന്ന് പറയുന്ന സ്വപ്നം നേടിയെടുക്കുകയും അതിനപ്പുറത്തേക്ക് പിന്നീട് PG ചെയ്യുകയും ഇന്ന് എൻ്റെ ഫാമിലിയെ, എൻ്റെ ബ്രദേഴ്സിനെ, എൻ്റെ തായങ്ങളെ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാതെ സ്വന്തം സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാൻ എൻ്റെ അന്നത്തെ ഒരു തീരുമാനം സാധിച്ചു. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മളൊരു തീരുമാനം എടുക്കാൻ വൈകരുത് എന്നുള്ളതാണ്. നമ്മുടെ യഥാർത്ഥ സിറ്റുവേഷൻ മനസ്സിലാക്കി മാത്രം നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ പലരും പല സിറ്റുവേഷനിൽ ജീവിക്കുന്നവരാണ്. മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാതെ നമ്മുടെ യഥാർത്ഥ സിറ്റുവേഷൻ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള തീരുമാനം പക്വതയോടുകൂടി എടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് പലതും നേടിയെടുക്കാൻ കഴിയും. അവിടെ നമുക്ക് നഷ്ടബോധങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ പരിശ്രമിച്ചാൽ എല്ലാം നേടിയെടുക്കാൻ കഴിയും. ഇന്ന് ഞാൻ ബാക്കിലേക്ക് നോക്കുമ്പോൾ ഏകദേശം 50ഓളം സ്റ്റാഫുകളുള്ള ഒരു ബിസിനസ് കൊണ്ടു നടക്കാൻ ഇന്ന് എന്നെ സഹായിച്ചത് അന്നെടുത്ത ആ ഒരു തീരുമാനമാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ എക്സ്പീരിയൻസുമായിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.